ദില്ലി ഇലക്ഷൻ നടക്കാൻ പോവുക. അവിടെ പ്രധാനപ്പെട്ട ഒരു കമ്പയിൻ എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ കൊട്ടാരമാണ്. ശീഷ് മഹൽ എന്ന് പറയുന്ന ഔദ്യോഗിക വസതി. അതിൻ്റെ വാർത്തകൾ നിത്യേന വരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും അതേക്കുറിച്ച് പറയുന്നു. എന്താണ് ശീഷ് മഹലിൻ്റെ വിശേഷങ്ങൾ? ഈ ശീഷ് മഹൽ എന്ന് പറഞ്ഞാൽ കണ്ണാടി മാളിക. ഇത് 1631-32 ലഹോർ കോട്ടയിൽ ഷാജഹാൻ പണിതതാണ് ഈ കണ്ണാടി മാളിക. അപ്പോൾ ഒരു ഷാജഹാനെ പോലെയൊക്കെ ഒരു ചക്രവർത്തിയൊക്കെ പോലെ ഇയാൾ പെരുമാറുന്നു കെജ്രിവാൾ എന്നുള്ളതാണ്. ഇത് ഷാജഹാന്റെ കൊട്ടാരത്തിലാണോ പുള്ളി താമസിക്കുന്നത്? അല്ല, അത് ലാഹോറിൽ അല്ല, ഷാജഹാൻ പണിത പറയാലോ. അതെ. ഇത് എന്താന്ന് വെച്ചാൽ ശരിക്കും ഡൽഹിയിലൊരു മുഖ്യമന്ത്രിക്ക് ഒരു ഔദ്യോഗിക വസതി ഇല്ല. ഇയാൾ താമസിക്കുന്ന സ്ഥലത്താണ് ഈ പരിഷ്കരണങ്ങൾ മുഴുവൻ നടന്നിരിക്കുന്നത്. അത് 6 ഫ്ലാഗ് സ്ട്രീറ്റ് റോഡ് എന്ന് പറഞ്ഞ വസതി, ആ വീട്ടിലാണ് ഇത് മുഴുവൻ നടന്നത്. പിന്നീട് അയാൾ അവിടെ നിന്ന് ഒഴിഞ്ഞുപോയി, മുഖ്യമന്ത്രി അല്ലാതെ. അത് കഴിഞ്ഞ് ആദിഷിയെ അവിടെ താമസിക്കാൻ അനുവദിച്ചതുമില്ല. ആദിഷിയാണെങ്കിൽ കള്ളം പറയുന്നുണ്ട്, എനിക്ക് ഔദ്യോഗിക വസതി അനുവദിച്ചില്ല എന്നൊക്കെ. അവർ വേണ്ടാന്ന് പറഞ്ഞു പോയതാണ്. അവിടെ ഒരു മുഖ്യമന്ത്രി വസതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിൽ ഡെസിഗ്നേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. താമസിക്കുന്ന ഒരു വീട്ടിലാണ് ഈ പരിഷ്കാരം. സ്വന്തം മറ്റേ ഈ വൃത്തികേടൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അല്ല, താമസിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ആയപ്പോൾ താമസിക്കാൻ കൊടുത്ത വീട്, സർക്കാർ കൊടുത്ത വീട്, PWD ഒക്കെ കൊടുത്തത്. അപ്പോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമു നവംബർ 20 ഒപ്പിട്ട റിപ്പോർട്ടുണ്ട് ഈ ശീഷ് മഹലിനെ പറ്റി. CAG ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതുകൊണ്ടാണ് ഇതിന് ഗൗരവം വരുന്നത്. അപ്പോൾ അദ്ദേഹം സ്ഥാനമൊഴിയുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കി ഒപ്പിട്ടിട്ട് പോകുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങളാണ്. അതായത് ഒറിജിനൽ എസ്റ്റിമേറ്റിൽ നിന്ന് 3 ഇരട്ടി ചിലവായി 33 കോടി രൂപ റീമോഡലിങ്ങും പരിഷ്കരണത്തിനും കൂടിയൊക്കെ ചിലവായി. ഇനി കർട്ടനുകൾ 96 ലക്ഷം രൂപ. 96 ലക്ഷം രൂപ കർട്ടൻ. കിച്ചൺ അടുക്കള ഉപകരണങ്ങൾ 39 ലക്ഷം രൂപ. TV കൺസോൾ 20.34 ലക്ഷം രൂപ. ട്രെഡ്മിൽ ആൻഡ് ജിമ്മിൻ്റെ ഉപകരണങ്ങൾ 18.52 ലക്ഷം. ആരോഗ്യം നോക്കണ്ടേ? പിന്നെ നന്നായിട്ട് നോക്കണം, ഡയബറ്റിക് ഒക്കെ അല്ലേ. പിന്നെ സിൽക്ക് പരവതാനി 16.27 ലക്ഷം രൂപ. എന്തിനു മൂടി പുതച്ചടക്കാനാണോ സിൽക്ക് പരവതാനി? എന്തിനാണ് ഇത്? അത്ര വലിയ സംഭവമൊന്നും അല്ലതാനും, ഈ വലിയ ഒരു സംഭവം അല്ലതാനും. അത് ഏരിയ ഒക്കെ വരും. മിനി ബാർ 4.80 ലക്ഷം രൂപ. മിനി ബാർ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി. എന്തിനാണത്? എന്തിനാണത് മനസ്സിലായില്ലേ? മിനി ബാർ. അല്ല, ഇയാൾ അതിനെ കള്ളൂടിയനാണെന്നോ? ആയിരിക്കുമല്ലോ. അല്ല, പിന്നെ പൂജിക്കാനും പ്രാർത്ഥിക്കാനും. ഇയാളൊരു മഹാനല്ലേ, ആദർശശാലിയൊക്കെ ആയിട്ടുള്ള ആളല്ലേ. അയാൾ അതിഥികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കില്ലേ? പണ്ട് ഇവിടെ കൊച്ചിയിൽ, തിരുവനന്തപുരത്ത് ഒരു അതിഥിയുമായി വന്നതിൻ്റെ ചില കഥകളുണ്ട്. പണ്ട് നമ്മൾ ഒരു പെൺകുട്ടി തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അവര് പിന്നീട് അടുത്ത കാലത്ത് കേസും ഒക്കെ ചെയ്തു. ഫ്ലോർ ടൈൽസ് 5.5 ലക്ഷം രൂപ ബജറ്റിൽ ഉണ്ടായിരുന്നു ഒറിജിനൽ, 14 ലക്ഷം രൂപയായി ഫ്ലോർ ടൈൽസ്, 3 ഇരട്ടിയാക്കി. അതെ. പിന്നെ ബാത്ത് ടബ് 3,21,167 രൂപ. എൽ ഷേപ്ഡ് സോഫ 6,40,604 രൂപ. റൗണ്ട് ഡൈനിങ് ടേബിൾ 4,80,052 രൂപ. അപ്പ് ഹോൾസ്റ്റേർഡ് ബെഡ് കിടക്ക 3,99,499 രൂപ. 4 ലക്ഷം രൂപയുടെ കിടക്ക. ഫോക്സ് ലെതർ ക്ലാഡിംഗ് 5,45,878 രൂപ. പിന്നെ ബർമ ടീക്ക് വെനീർ മേക്ക് ഓർണമെന്റൽ മിറർ കണ്ണാടി. ബർമ തേക്കിലുണ്ടാക്കിയ അലങ്കാരപ്പണികളുള്ള കണ്ണാടി 2,34,223 രൂപ കണ്ണാടിക്ക്. അപ്പോൾ ഇതിൽ ഇനി അദ്ദേഹത്തിൻ്റെ കുറേ കമൻറ്റുകൾ CAG
ചെയ്തിട്ടുണ്ട്. അത് പറയുന്നത് എന്താന്ന് വെച്ചാൽ പുതുതായിട്ടൊരു സ്റ്റോറി നില ഉണ്ടാക്കി, പിന്നെ റീമോഡൽ ചെയ്തു. ഇതൊന്നും ഒറിജിനൽ ഇതിലുണ്ടായിരുന്നതല്ല. പിന്നെ കരാറുകാരെ തിരഞ്ഞെടുത്തത് സംശയാസ്പദം, വേണ്ടപ്പെട്ട ആൾക്കാണ് കൊടുത്തത്. എന്തുകൊണ്ടാണ്? പിന്നെ എസ്റ്റിമേറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തിട്ടുണ്ട്, 5 തവണ റിവൈസ് ചെയ്തിട്ടുണ്ട് എസ്റ്റിമേറ്റ്. പിന്നെ അനുമതി കൊടുത്തതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് എപ്പോഴും ഇത് പോയിട്ടുണ്ട്, ലംഘിച്ചിട്ടുണ്ട്, എക്സീഡ് ചെയ്തിട്ടുണ്ട്. റെസ്ട്രിക്റ്റഡ് ടെൻഡർ കൊടുക്കുന്നതിൻ്റെ അകത്ത് ചില നിയന്ത്രണം വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ 2020 ഒക്ടോബറിൽ 5 കോൺട്രാക്ടർമാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരുന്നു. അതിൽ 3 പേര് ഈ കരാറൊക്കെ സമർപ്പിച്ചിരുന്നു. പക്ഷേ 3 പേര് മാത്രമാണെങ്കിൽ അതൊരു ഡെഫിഷ്യൻ്റ് ലിസ്റ്റാണ്, വേണ്ടത്ര നോക്കാനായിട്ട് വരുന്നില്ല. അപ്പോൾ സംശയാസ്പദം. ആ 4 പിന്നെ ഇതിൽ 4 പേര് അനുഭവം ഉണ്ടായിരുന്നില്ല ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്തിട്ട്. 4 പേർക്ക് സ്കൂളുകളിൽ ക്ലാസ് മുറികൾ പണിത് മാത്രമേ പരിചയം ഉണ്ടായിരുന്നുള്ളൂ. ഒരാളുടെ അടൽ ബിഹാരി വാജ്പേയിയുടെ സമാധിയിൽ പൂന്തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് അയാളുടെ അനുഭവം. അപ്പോൾ പിന്നെ 33 കോടി രൂപ ചെലവാക്കിയതിൽ 18.88 കോടി പറഞ്ഞത് ഈ സുപ്പീരിയർ സ്പെസിഫിക്കേഷൻ, വലിയ ആർഭാട സാധനങ്ങൾ, ആഡംബര സാധനങ്ങൾ വാങ്ങിയത് കൊണ്ട് ഉണ്ടായതാണ്. കാരണം ഓർണമെന്റൽ ആർട്ടിസ്റ്റിക് ഐറ്റംസ്, അതാണ് ആഡംബര സാധനം. നേരത്തെ പറഞ്ഞ ഒരു നിലക്കണ്ണാടിക്ക് സാധാരണ ആവുന്നതിന്റെ ഇരട്ടിയാവും ബർമ തേക്കിൽ ഉണ്ടാക്കി കൊത്തുമണി ചെയ്യുമ്പോഴത്തേക്ക്. ബർമ ടേക്ക് വേണം എന്നൊക്കെ പറയുമ്പോഴാണ് ആഡംബരമാവുന്നത്, കുഴപ്പം വരുന്നത്. അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ ഇത് വരുന്നത്. പിന്നെ 198 ഈ സിവിൽ എക്സ്ട്രാ കമ്പോണൻസ് എന്ന് പറഞ്ഞു, കൂടുതൽ ആവശ്യമില്ലാത്ത ഘടകങ്ങൾ. 40 എക്സ്ട്രാ ഇലക്ട്രിക്കൽ കമ്പോണൻസും വന്നിട്ടുണ്ട്, ആവശ്യമില്ലാത്തത്. 2020-22 5 എസ്റ്റിമേറ്റ് ഉണ്ടാക്കി, മാറി. പിന്നെ ആർട്ടിസ്റ്റിക് വർക്കിന് 5.7 കോടി രൂപ ആയി. പിന്നെ ഈ ആക്സസറീസ് 48.27 ലക്ഷം രൂപ അതിന് മാത്രം വന്നിട്ടുണ്ട്. ഡിസൈനർ ആക്സസറീസ് മാർബിൾ 1.97 കോടി രൂപ വന്നിട്ടുണ്ട്. സ്റ്റാഫുകൾക്ക് മാത്രമായിട്ട് ആവശ്യമില്ലാതെ ഒരു ബ്ലോക്ക് പണിതു, 3.86 കോടി രൂപ അതിന് ചിലവായി. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് റിനോവേഷൻ, അതായത് ബിൽറ്റപ്പ് ഏരിയ 36% കൂടി ഈ റീമോഡൽ ചെയ്ത് വന്നപ്പോൾ. അത് 1397 സ്ക്വയർ ഫീറ്റിൽ നിന്ന് 1905 സ്ക്വയർ ഫീറ്റ് ആയിട്ട് കൂടി, 600 സ്ക്വയർ ഫീറ്റ് കൂടി. അപ്പോൾ കെട്ടിടം എക്സ്റ്റെൻഡ് ചെയ്തു, വലുതാക്കി. പുതിയ ബ്ലോക്കൊക്കെ പണിതുണ്ട്. മാത്രമല്ല സാർ, ഇതിങ്ങനെയൊക്കെ എക്സ്റ്റെൻഡ് ഒക്കെ ചെയ്യാൻ പറ്റുമോ? കാരണം അത് ഷാജഹാന്റെ കാലത്ത് നിർമ്മിച്ച ഒരു ആർക്കിയോളജിക്കൽ വാല്യൂ ഉള്ള ബിൽഡിംഗ് അല്ലേ? അല്ലല്ല, ഷാജഹാന്റെ കാലത്ത് പണിതത് ഇതല്ല. ഷാജഹാന്റെ കാലത്ത് പണിതത് ലാഹോറിലാണ് ശീഷ് മഹൽ. ഇപ്പൊ ഇയാളെ പരിഹസിക്കുമ്പോ ശീഷ് മഹൽ എന്ന് പറയുന്നത് ഷാജഹാൻ താമസിച്ചതുപോലെ ഒരു കൊട്ടാരം ഉണ്ടാക്കി. ഇവനെ തെറ്റിദ്ധരിച്ചു പോയി. ക്ലാരിഫൈ ചെയ്ത് നന്നായി. ശീഷ് മഹൽ അവിടെ ഇരിപ്പുണ്ട് ലാഹോറില്. ഇവിടെ വേറെ കണ്ണാടി മാളിക ഇവനും ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പൊ ഇവിടെ ഇവൻ ഈ ഉണ്ടാക്കി വെച്ച മാളികയും ശീഷ് മഹൽ എന്ന് വിളിക്കുന്നു നാട്ടുകാരെ. ഇവൻ പൊങ്ങനാണ് എന്നുള്ള തോന്നലില് ഇവനും ഒരു ശീഷ് മഹൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അല്ല, മുമ്പൊരിക്കൽ ഒരു വീഡിയോ വന്നിരുന്നു, എൻ്റെ പക്കലുണ്ടായിരുന്നു. ആ വീഡിയോ ഇപ്പോൾ അത് കാണുന്നില്ല, ഞാൻ മെമ്മറി ഡിലീറ്റ് ചെയ്ത് പോയി. ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കെജ്രിവാൾ ഇറങ്ങി വരുന്നു. താമസം 7 സ്റ്റാർ ഹോട്ടലിലാണ്, 7 നക്ഷത്ര ഹോട്ടൽ. എന്നിട്ട് അത് മുംബൈയില് അവിടുന്ന് പുറത്തു വരുന്നു, വലിയ 41-42 സൈസ് അയഞ്ഞത് ഓവർ സൈസ് ഷർട്ട്, സ്ലിപ്പർ ഒക്കെ ഇട്ട് വന്നിട്ട് ഓട്ടോറിക്ഷ കയറുന്നു. ആളുകൾ നോക്കുമ്പോൾ സ്ലിപ്പർ ഇട്ട് ഓവർ സൈസ് ഷർട്ട് വിട്ട് പാവപ്പെട്ടവനായ മുഖ്യമന്ത്രി താമസം. അയാൾ താമസിച്ചിരുന്ന ഒരു 5 നക്ഷത്ര ഹോട്ടലിൽ 7 സ്റ്റാർ, 5 നക്ഷത്രമല്ല,
2 ലക്ഷം 3 ലക്ഷം ഒക്കെയാണ് വാടക. വാടക ഉണ്ടായിരുന്നത്. ശരിയാണ്. ആ സീൻസ് ഞാനും കണ്ടിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ സാർ മറ്റത് പറഞ്ഞില്ലല്ലോ പുള്ളിയുടെ ഈ കക്കൂസിന്റെ കാര്യം. അത് ബാത്ത് ടബിന്റെ അതിനകത്ത് അത് ഓട്ടോമാറ്റിക്കാണ്, അതെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അതൊക്കെ AI സംവിധാനത്തോടു കൂടിയ കമ്മോഡ് ഒക്കെയാണ്. ഈ ചഷസ്കു ഒക്കെ ചെയ്തിരുന്ന പോലത്തെ പരിപാടിയാണ് ഇയാൾ ചെയ്തു അത് വെച്ചിരിക്കുന്നത്. കയറി ഇരുന്നാൽ മതി, എല്ലാം കഴിഞ്ഞ് കഴുകി വിടും. 7.91 കോടി രൂപയായിരുന്നു ഒറിജിനൽ എസ്റ്റിമേറ്റ്. അത് നവംബർ 20 2022 ഒക്കെ ഇത് ചെയ്തു. ഇയാൾ 2024 സ്ഥാനം വിടുന്നതിന് മറ്റേ ഒക്ടോബറിൽ ഇയാൾ സ്ഥലം വിട്ടല്ലോ. സെപ്റ്റംബറിൽ മടങ്ങി വന്നു ജയിലിൽ നിന്ന്. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി അല്ലേ, ഇവിടെ താമസിച്ചിട്ടില്ല. ഇത് ആദേശിക്ക് കൊടുത്തതും ഇല്ല ഈ സ്ഥലം. അപ്പോൾ ആവശ്യമില്ലാത്തൊരു മെനുക്കാണ് ഒരു PWD. 33 കോടി രൂപ ഉണ്ടെങ്കിൽ എത്ര വീടുകൾ വെച്ച് ഡൽഹിയിലെ ചേരിയിൽ താമസിക്കുന്ന ആളുകൾക്ക് കൊടുക്കാമായിരുന്നു. അല്ല, ഇയാൾ താമസിക്കുന്ന സ്ഥലത്തല്ലേ ഇങ്ങനൊരു പരിഷ്കരണം ഇയാൾ അറിഞ്ഞുകൊണ്ട് ഈ നടക്കുന്നത്. അതെ, എന്നിട്ട് ആദർശത്തിൻ്റെ ഇയാൾ നമ്മുടെ അണ്ണാസാരയുടെ ഒക്കെ കൂടെ നടന്ന ആളാന്നൊക്കെ ആലോചിക്കുമ്പോൾ അല്ലേ, ഒരു ഗാന്ധിയന്റെ കൂടെ നടന്നിട്ടാണ്. സത്യത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP ചെയ്യേണ്ടത് ശീഷ് മഹൽ പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കണം. ഹിമന്ത ബിശ്വ ശർമ്മ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മ്യൂസിയം ആക്കിയിട്ട് കെജ്രിവാൾ എങ്ങനെയാണ് താമസിച്ചിരുന്നതെന്ന് ദില്ലിയിലെ മുഴുവൻ ആൾക്ക് കാണാൻ അവസരം ഉണ്ടാക്കി കൊടുക്കണം. എല്ലാവരുടെയും മൊബൈലിലേക്ക് ഈ വീഡിയോ കൊടുക്കുക. അത് വന്നിട്ടുണ്ട്, വീഡിയോ വന്നിട്ടുണ്ട്. ജനങ്ങൾക്ക് നേരിട്ട് പോയി കാണാനുള്ള അവസരം കൂടെ അതും കൊടുക്കുക. ചിലപ്പോൾ മറ്റേ ടിക്കറ്റ് വെച്ചാലും ജനം പോയി കണ്ടു. അതെ അതെ, അതുപോലത്തെ പരിഷ്കാരമാണ് ഈ ചെയ്തു വെച്ചത്. അതെ, ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ്, എളിമയുടെ പ്രതീകമായ മുഖ്യമന്ത്രി എങ്ങനെയാണ് ജീവിച്ചിരുന്നത് ജനം കാണട്ടെ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.